ഒരു വ്യക്തിയെ കുറിച്ച് അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് ഇവിടെ ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും വ്യക്തത കിട്ടുന്നത്. അത് കൂടാതെ ഭഗവാൻ ഭക്തനായിട്ടുള്ള ഭാവത്തിൽ വന്നിരിക്കുകയാണ്. ഭഗവാന്റെ ഏറ്റവും പരമോന്നത ഭക്തയായ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അന്നേരം ഒരേ സമയത്ത് ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാനുമാണ്, രാധാറാണിയുമാണ്. അതുകൊണ്ട് ഇതിനപ്പുറം ഒരു അറിവ് നമുക്ക് വേറെ ഇനി കിട്ടാനില്ല. അതായത് ഭഗവത്ഗീതയെ പോലൊരു ഗ്രന്ഥം വേറെ ഉണ്ടോ? വേറെ ഒന്നുമില്ല. ശ്രീമദ് ഭാഗവത്തെ പോലൊരു ഗ്രന്ഥം വേറെ ഉണ്ടോ? ഇല്ല. രണ്ടും ഭഗവാൻ കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഭഗവാൻ കൃഷ്ണൻ സ്വയം പറയുന്നു, ഇനി ഭഗവാന്റെ ലീലകൾ വ്യാസമഹർഷി തന്നെ, ഭഗവാൻ തന്നെ വീണ്ടും എഴുതുകയാണ്. എന്നിട്ട് ഈ ഗീതയും ഭാഗവതവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കണം എന്ന് ഭഗവാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുവാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട്. അന്നേരം ഗീതയും ഭാഗവതവും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ വേണം.